ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേരള PSCയിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻസ്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്കപ്പോൾ ആ ഒരു ഏരിയയെ കുറിച്ച് നോക്കാം, ജീവകങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് ചാനൽ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങാം. ജീവകോശങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള പ്രകൃതിദത്ത രാസഘടകങ്ങളാണ് വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക് പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായി 13 ജീവകങ്ങളാണുള്ളത്. കാസിമർ ഫങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത്. ഓർത്തു വെക്കുക, കാസിമർ ഫങ്ക് ആണ് വൈറ്റമിൻ എന്ന പേര് നൽകിയത്. കാസിമർ ഫങ്ക് ആണ് വൈറ്റമിൻസിന് ആ പേര് നൽകിയത്. ഏതൊക്കെയാണ് ഈ ജീവകങ്ങൾ? A, C, D, E, K. A, C, D, E, K പറഞ്ഞ് പഠിക്കുക. എന്നീ പേരിൽ 5 ജീവകങ്ങളാണുള്ളത്. B കോംപ്ലക്സിൽ 8 ജീവകങ്ങളും. ABCDEK എന്ന പേരിൽ ജീവകങ്ങളുണ്ട്. ഇതിൽ B തന്നെ 8 ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 8 തരത്തിലുണ്ട് B എന്ന ജീവകം. ജീവകങ്ങൾ മനുഷ്യ കോശങ്ങൾക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ സെൽസിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഈ ജീവകങ്ങൾ കോശങ്ങൾ ആഗിരണം ചെയ്യുന്നത്. ഇവ കോഎൻസൈം എന്ന് അറിയപ്പെടുന്നു. കോഎൻസൈം എന്ന് അറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ജീവകങ്ങൾ നമുക്ക് ഊർജ്ജമൊന്നും നൽകുന്നില്ല. പക്ഷേ ജീവകങ്ങൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അവയെ നമ്മൾ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നു. ജീവകങ്ങളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, രണ്ടായി തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്നവയെ നമുക്ക് വാട്ടർ സൊല്യൂബിൾ എന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെ നമുക്ക് ഫാറ്റ് സൊല്യൂബിൾ എന്നും പറയാം. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? B കോംപ്ലക്സും വിറ്റാമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കഴിഞ്ഞ 2018 ചോദിച്ചിട്ടുണ്ട്, ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ? ഓപ്ഷനായിട്ട് വന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയും B കോംപ്ലക്സുമാണ് ജലത്തിൽ ലയിക്കുന്നത്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? A, D, E, K. ബാക്കിയുള്ള എല്ലാ ജീവകങ്ങളും Bയും Cയും ഒഴികെയുള്ളവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഈ ജലത്തിൽ ലയിക്കുന്നവ വാട്ടർ സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ അവ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് സംഭരിച്ച് വയ്ക്കുന്നില്ല. ശരീരത്തിൽ ആവശ്യത്തിലധികം വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും ലഭിക്കുകയാണെങ്കിൽ അവ മൂത്രത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുക. ഇനി ഈ ജീവകങ്ങൾക്ക് രാസനാമങ്ങൾ നൽകിയത്, അവയ്ക്ക് ഈ കോമൺ നെയിം അല്ലാതെ സയൻറ്റിഫിക് നെയിം കൂടിയുണ്ട്. ആ നാമങ്ങൾ നൽകിയത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ്. ഓർത്തു വയ്ക്കുക, ജീവകങ്ങൾക്ക് രാസനാമം നൽകിയത് ആരാണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ് രാസനാമം നൽകിയത്. ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ നോക്കാം, അതായത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ്. വിറ്റാമിൻ എ അല്ലെങ്കിൽ ജീവകം എ, അതിൻ്റെ രാസനാമം റെറ്റിനോളാണ്. ജീവകങ്ങളും അതിൻ്റെ രാസനാമവും ഓർത്ത് വെക്കേണ്ടതാണ്. ചിലപ്പോൾ വിറ്റാമിൻ എ എന്ന് ചോദിക്കാതെ റെറ്റിനോൾ എന്ന് തരാം. 1913 എൽമർ മക്കൊല്ലം എന്ന ജൈവരാസതന്ത്രജ്ഞനാണ് വെണ്ണയിൽ നിന്ന് ജീവകം എ വേർതിരിച്ചെടുത്തത്. ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? റെറ്റിനോൾ അല്ലെങ്കിൽ ജീവകം എ ആണ്. കണ്ണുകൾ, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ആണ് ജീവകം എ. ഇലക്കറികൾ, കരൾ, മുട്ട, പാൽ, മത്സ്യം, എണ്ണകൾ, ചീര, കാബേജ്, മഞ്ഞയോ ഓറഞ്ചോ നിറത്തിലുള്ള ഫലങ്ങൾ എന്നിവയാണ് ജീവകം എയുടെ പ്രധാന സോഴ്സുകൾ. കരോട്ടിൻ എന്ന വർണ്ണവസ്തു ശരീരത്തിൽ വച്ച് എളുപ്പം ജീവകം എ ആയി മാറ്റപ്പെടുന്നതുകൊണ്ട് പ്രോവൈറ്റമിൻ എന്നറിയപ്പെടുന്നു.
അതായത് ജീവകം എ ഉണ്ടാകുന്നത് കരോട്ടിനിൽ നിന്നാണ്. ഈ കരോട്ടിന് നമ്മൾ പ്രോവൈറ്റമിൻ എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, വൈറ്റമിൻ എ കണ്ണുകൾ, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പിന്നെ ഈ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാണ്? നിശാന്തത, സീറോഫ്താൽമിയ. രണ്ടും ഓർത്ത് വെക്കണം, കോമൺ ക്വസ്റ്റ്യൻ ആണ്. നിശാന്തത, സീറോഫ്താൽമിയ. സാധാരണ വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവ് 1.5 to 2 മില്ലിഗ്രാം ആണ്. റോഡോപ്സിൻ നിർമ്മാണം തടസ്സപ്പെടുന്നതിനാൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. നമ്മൾ 2 വിറ്റാമിൻ എ ഡെഫിഷ്യൻസി രോഗങ്ങൾ പറഞ്ഞു, നിശാന്തതയും സീറോഫ്താൽമിയും. അതിൽ നിശാന്തത എന്ന് പറയുന്നത് റോഡോപ്സിൻ നിർമ്മാണം തടസ്സപ്പെടുന്നതിനാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് നിശാന്തത. അത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിശാന്തത, സീറോഫ്താൽമിയ എന്നീ 2 രോഗങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ കരോട്ടിനിൽ നിന്നാണ്, അത് പ്രോവൈറ്റമിൻ ആണ്, അതിൽ നിന്നാണ് ജീവകം എ ഉണ്ടാകുന്നത്. കണ്ണുകൾ, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമുണ്ട്. ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ബ്രൈറ്റ് ഐ, കണ്ണിൻ്റെ ആരോഗ്യം, ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. രാസനാമം എന്താണ്? റെറ്റിനോൾ. വിറ്റാമിൻ ഡി നോക്കാം. വിറ്റാമിൻ ഡി രാസനാമം കാൽസിഫെറോൾ. വിറ്റാമിൻ ഡി നമുക്ക് എല്ലിനും പല്ലിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമാണ്. അപ്പോൾ എല്ലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു മൂലകം ഏതാണ്? കാൽഷ്യം ആണല്ലോ. അങ്ങനെ നമുക്കിത് കാൽഷിഫെറോൾ എന്ന് ഓർത്ത് വെക്കാം. ജീവകം ഡി അങ്ങനെ നമുക്ക് കാൽഷിഫെറോൾ എന്ന് ഓർത്ത് വെക്കാം. കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഒരു സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. കാരണം സൂര്യനിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും വിറ്റാമിൻ ഡി, ജീവകം ഡി ലഭിക്കുന്നത്. ഇത് സ്റ്റിറോയിഡായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. കരൾ, മത്സ്യ എണ്ണകൾ, ഇലക്കറികൾ, പാൽ, മുട്ട, വെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയ ജീവികൾ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുന്നു. ഹൃദ്രോഗങ്ങൾ, ടൈപ്പ് 1 ഡയബറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, പക്ഷാഘാതം എന്നിവ തടയാൻ സഹായിക്കുന്നു. ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമലേസിയ, റിക്കറ്റ്സ് അഥവാ കണ എന്നിവയാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്. ജീവകം D2ൻ്റെ പ്രോവൈറ്റമിനാണ് എർഗോസ്റ്റിറോൾ. പ്രോവൈറ്റമിൻ എന്താണ്? അതായത് എർഗോസ്റ്റിറോളിൽ നിന്നാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. വൈറ്റമിൻ D2 ഉണ്ടാകുന്നത് എർഗോസ്റ്റിറോൾ നിന്നാണ്, ഓർത്ത് വെക്കുക. എർഗോസ്റ്റിറോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. ജീവകം D3യുടെ പ്രോവൈറ്റമിൻ 7D ഹൈഡ്രോകൊളസ്ട്രോൾ. ജീവകം D3യുടെ പ്രോവൈറ്റമിൻ എന്ന് പറയുന്നത് 7D ഹൈഡ്രോകൊളസ്ട്രോൾ ആണ്. അത് അനിമൽസിലാണ് കാണപ്പെടുന്നത്. വൈറ്റമിൻ കെ നോക്കിയാലോ? വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നു. ഓർത്ത് വെക്കുക, വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നു. ഇത് കണ്ടെത്തിയത് ഹെൻറി ഡാം ആണ്. രക്തം കട്ടപിടിക്കണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, കാബേജ് എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ. കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. അപര്യാപ്തത രോഗമാണ് രക്തം കട്ട പിടിക്കുന്നതിനുള്ള തടസ്സം. വൈറ്റമിൻ കെ ഓർത്ത് വെക്കുക, രാസനാമം ഫില്ലോക്വിനോൺ ആണ്. കണ്ടെത്തിയത് ഹെൻറി ഡാം ആണ്. അത് രക്തം കട്ട പിടിക്കാൻ വേണ്ടി ആവശ്യമുള്ള വൈറ്റമിൻ ആണ്. അതുകൊണ്ട് ഇതിന് ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഇത്രയും പ്രധാനമായി ഓർത്ത് വെക്കുക. ഇനി വൈറ്റമിൻ ഇ നോക്കാം. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ ആണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ഓർത്ത് വെക്കുക. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകമാണ് വൈറ്റമിൻ ഇ. സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായി പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. പരുത്തിക്കുരു, എണ്ണ,
നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കുരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാൽ, മൃഗക്കൊഴുപ്പുകൾ എന്നിവയും ജീവകം ഇയുടെ പ്രധാന സ്രോതസ്സുകളാണ്. അപര്യാപ്ത രോഗമാണ് വന്ധ്യത. ഓർത്തുവെക്കുക, പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് വന്ധ്യത. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു. ഇതൊരു ഹോർമോണായിട്ടും പ്രവർത്തിക്കുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിൽ പങ്കുവഹിക്കുന്നു. വന്ധ്യത ഉണ്ടാക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ഇത്രയും സമയം നമ്മൾ നോക്കിയത് ഫാറ്റിൽ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ്. ഇനി നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് നോക്കാം. വൈറ്റമിൻ B1, അതിൻ്റെ രാസനാമം തയമിനാണ്. സസ്യങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ജീവകം. ധാന്യങ്ങളുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം എന്നിവയിൽ തൈമിൻ്റെ സമൃദ്ധമായ സ്രോതസ്സുകളുണ്ട്. പാചകം ചെയ്യുമ്പോൾ തൈമിൻ നഷ്ടപ്പെടുന്നു, കാരണം ഇത് ജലത്തിൽ ലയിക്കുന്നവയാണ്. അപര്യാപ്ത രോഗമാണ് ബെറിബെറി. ഓർത്തുവെക്കുക, ബെറിബെറി വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗമാണ്. ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകമാണ്. രക്തത്തിൻ്റെ ഉൽപ്പാദനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്നു. വൈറ്റമിൻ B2 നോക്കാം. രാസനാമം റൈബോഫ്ലേവിൻ. വൈറ്റമിൻ G എന്നും അറിയപ്പെടുന്നു. വൈറ്റമിൻ G ത്വക്കിൻ്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ഇതിൻ്റെ അപര്യാപ്ത രോഗം പഠിച്ചു വെക്കുക. അരിബോഫ്ലാവിനോസിസ്, ആംഗുലാസ്റ്റോമാറ്റിസ് ഇത് രണ്ടാണ് അപര്യാപ്ത രോഗം. ഈസ്റ്റ്, ഫെർമെൻറ്റേഷൻ നടത്തുന്ന ബാക്ടീരിയ എന്നിവയിൽ ധാരാളമായുള്ള ജീവകം. ജീവകം B7, രാസനാമം ബയോട്ടിൻ. അപര്യാപ്തത രോഗം ഡെർമറ്റൈറ്റിസ് ഒരു സ്കിൻ രോഗമാണ്, ത്വക്ക് രോഗമാണ്. ഇത് ജീവകം H എന്നും അറിയപ്പെടുന്നു. ജീവകം B3, രാസനാമം നിയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നിയാസിൻ. ഇതിൽ അപര്യാപ്ത രോഗമാണ് പെല്ലാഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് പെല്ലാഗ്ര. ഓർത്തുവെക്കുക, പെല്ലാഗ്ര. ജീവകം B5, പാൻറ്റോതെനിക് ആസിഡ്, ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ജീവകം B5, പാൻറ്റോതെനിക് ആസിഡ്, ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ഇതിൻ്റെ പര്യാപ്ത രോഗമാണ് പാരസ്തീഷ്യ. ഓർത്തുവെക്കുക, പാരസ്തീഷ്യ. ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയ്ക്ക് സഹായിക്കുന്നു. ജീവകം B6, പിരിഡോക്സിൻ. അപര്യാപ്ത രോഗങ്ങൾ അനീമിയ ഉണ്ടാക്കുന്നത് ജീവകം B6 ആണ്. ഓർക്കുക, പെരിഫറൽ ന്യൂറോപ്പതി. ജീവകം B9, രാസനാമം ഫോളിക് ആസിഡ്. ഇതിൻ്റെ അപര്യാപ്ത രോഗമാണ് അനീമിയ. ഫോളിക് ആസിഡ് ഇല്ലെങ്കിലും അനീമിയ ഉണ്ടാകാം. ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്നത് ഫോളിക് ആസിഡ് ഗുളികകളാണ്. ന്യൂക്ലിക് ആസിഡ്, ചുവന്ന രക്താണുക്കൾ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് അനിവാര്യമാണ്. B12, സൈനോകൊബാലമിൻ എന്നറിയപ്പെടുന്നു. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B12 ആണ്. ഇത് കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ്. ആ പേര് പോലെ തന്നെ സൈനോകൊബാലമിൻ, കൊബാൾട്ട്. വൻകുടലിൽ നിർമ്മിക്കുന്ന ജീവകമാണ്. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കില്ല. അപര്യാപ്ത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ഓർത്തുവെക്കുക, പെർനീഷ്യസ് അനീമിയ. ഇനി വൈറ്റമിൻ C ആണ്. D അല്ല, വൈറ്റമിൻ C ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. CJ കിങ്, WAO എന്നിവരാണ് കണ്ടെത്തിയത്. ഓറഞ്ച്, ഓർത്തേക്ക്, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ. ഓറഞ്ച്, നാരങ്ങ ഓർത്ത് വെക്കണം, അതിലാണിത് കാണപ്പെടുന്നത്. പല്ലുകൾക്ക്, മോണകൾക്ക്, എല്ലുകൾക്ക് ആവശ്യമുള്ളതാണ്. വൈറ്റമിൻ C ഇല്ലെങ്കിൽ വരുന്ന രോഗമാണ് സ്കർവി. മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിനെയാണ് സ്കർവി എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻ C ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നു. ഇത്രയും വൈറ്റമിൻസ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് വൈറ്റമിൻസിന് പഠിക്കേണ്ടത്.
പ്രധാനമായിട്ട് അതിൻ്റെ രാസനാമവും അതുകൊണ്ടുള്ള അപര്യാപ്ത രോഗവുമാണ് നോക്കേണ്ടത്. നമുക്കൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗാണ്. നോട്ട് ചെയ്ത് വെക്കുക, കാസിമർ ഫംഗാണ് വൈറ്റമിൻ എന്നുള്ള പേര് നൽകിയത്. വൈറ്റമിൻസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്നവ 2 മൂലകങ്ങളാണ്. വിറ്റമിൻ ബിയും ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് അതിനെ ബി കോംപ്ലക്സ് എന്ന് പറയാം. പിന്നെ വൈറ്റമിൻ സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ബാക്കിയുള്ളവ, എ, ഡി, ഇ, കെ. അമിതമായി ലഭിക്കുന്ന ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് മൂത്രം വഴി പുറന്തള്ളപ്പെടുന്നു. വൈറ്റമിൻസിന് ആ രാസനാമം നൽകിയത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ്. നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻ എ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. ബ്രൈറ്റ് ഐ എന്ന വൈറ്റമിനാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുണ്ട്. പ്രോ വൈറ്റമിൻ കരോട്ടിനാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ട് നിശാന്തത, സീറോഫ്താൽമി എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. വൈറ്റമിൻ ഡി രാസനാമം കാൽസിഫറം. സൺഷൈൻ വൈറ്റമിൻ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു. സ്റ്റിറോയിഡ് ആയിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപര്യാപ്ത രോഗം, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമലേഷ്യ. ജീവകം D2യുടെ പ്രോവൈറ്റമിൻ എർഗോസ്റ്റിറോളും D3യുടെ പ്രോവൈറ്റമിൻ 7D ഹൈഡ്രോ കൊളസ്ട്രോളുമാണ്. വൈറ്റമിൻ കെ നോക്കുകയാണെങ്കിൽ ഫില്ലോക്വിനോൺ ആണ് രാസനാമം. ഹെൻറി ഡാമാണ് കണ്ടുപിടിച്ചത്. രക്തം കട്ടപിടിക്കാൻ വൈറ്റമിൻ കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടും. വൈറ്റമിൻ ഇ ടോക്കോഫെറക്കോൾ എന്നറിയപ്പെടുന്നു. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകമാണ്. അപര്യാപ്ത രോഗം വന്ധ്യതയാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആയ വൈറ്റമിൻ B1 നോക്കാം. തൈമിൻ എന്നറിയപ്പെടുന്നു. അപര്യാപ്ത രോഗം ബെറിബെറി. അതുപോലെ പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നു. അപര്യാപ്ത രോഗം അരിബോഫ്ലാവിനോസിസ് ആംഗുലാർ സ്റ്റോമാറ്റിസ്. വൈറ്റമിൻ B7 ബയോട്ടിൻ എന്നറിയപ്പെടുന്നു. ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്നു. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് പെല്ലാഗ്ര ഉണ്ടാക്കുന്നു. വൈറ്റമിൻ B5 പെൻഡോതെനിക് ആസിഡ്. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ ആണ്. പാരസ്തീഷ്യ എന്ന അപര്യാപ്ത രോഗമുണ്ടാക്കുന്നു. വൈറ്റമിൻ B6 പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നു. അനീമിയ ഉണ്ടാക്കുന്നു. പെരിഫെറൽ ന്യൂറോപ്പതി ഉണ്ടാക്കുന്നു. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അനീമിയ ഉണ്ടാക്കുന്നു. ജീവകം B12 സൈനക്കോബലാമിൻ എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ലാസ്റ്റ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഓറഞ്ചിലും നാരങ്ങയിലും കാണുന്ന വൈറ്റമിനാണ്. സ്കർവി എന്ന അപര്യാപ്ത രോഗം ഉണ്ടാക്കുന്നു. ഇത്രയുമാണ് വൈറ്റമിൻസിൻ്റെ ഭാഗത്തിൽ വരുന്നത്.